യൂറോപ്പ് ടൂറിൻ്റെ 9ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെതർലാൻഡിൻ്റെ മിനിയേച്ചർ പാർക്കായിരുന്നു ഇതിനു മുമ്പ് കണ്ടത്. ഇനിയിപ്പം കാണാൻ പോകുന്നത് സാൻഡാൻ എന്ന വില്ലേജാണ്. നല്ല ഗ്രീനറി ഉള്ളൊരു വില്ലേജാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് ചീസ് മാനുഫാക്ചറിങ് യൂണിറ്റ് കാണും. പിന്നെ അവിടുന്ന് നമുക്ക് ചീസെല്ലാം വാങ്ങിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വുഡ് കൊണ്ട് ഷൂസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്, വുഡൻ ഷൂ. അതും കാണാം. അവിടെ വിൽപ്പനയുണ്ട്, ഉണ്ടാക്കുന്നതും കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചീസ് വിൽപ്പനയ്ക്ക് വെച്ചതും ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ആണ്. നമുക്കതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തരും. ഓരോരോ ചീസിൻ്റെയും ടേസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങിക്കാം. ഇതെല്ലാം ചീസാണ് കേട്ടോ. പലതരം ചീസുണ്ട്, വെജിറ്റേറിയൻകാർക്ക്, വെജിറ്റേറിയൻ. ഇവിടെ അധിക സ്ഥലത്തും ഇങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട് ചീസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് നമുക്ക് കിട്ടും, ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. ഇവിടുന്ന് വാങ്ങിക്കുന്ന ചീസ് അങ്ങനെ ചീത്തയായി പോകില്ല എന്നാണ് പറയുന്നത്. കട്ടിയായി തന്നെ ഇരിക്കും. നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം. ചിലരൊക്കെ ഇവിടുന്ന് ചീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം മോഡലിലാണ് ചീസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പാത്രത്തിൻ്റെ മോഡലും ഷൂസിൻ്റെ മോഡലും അങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ചീസുകളാണ് ഇതെല്ലാം. ഇത് സാൻഡാൻ വില്ലേജാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ വിൻഡ് മില്ലാണ്. എല്ലാവരും അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് അധികം ആൾക്കാർ ഇവിടെ വരുന്നത്. നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല കാറ്റും തണുപ്പും പുഴയും തോടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എല്ലാവരും അവിടെ വരെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം തിരിച്ചു വന്നു. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളുടെ ടൂർ ഗ്രൂപ്പിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സീനറിയാണ്. ബാക്കിൽ വിൻമീലൊക്കെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്താൽ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ ചെറിയ പുഴയും തോടും ഒക്കെ ആയതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഗ്രീനറി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പോയത് വുഡൻ ഷൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. വുഡൻ ഷൂസ് അവിടെ നമുക്ക് എല്ലാവർക്കും മുന്നിൽ തന്നെ വലിയൊരു വുഡൻ ഷൂവിൻ്റെ മോഡലുണ്ട്. അതിൽ നമുക്ക് നിന്നിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഇനി നമുക്ക് വുഡൻ ഷൂ കാണാം. അങ്ങനെ വുഡൻ ഷൂവിൻ്റെ അടുത്തെത്തി. പിന്നെ പലതരം ഷൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ആ ഷൂസിൻ്റെ മോഡലും ഒക്കെ ഒന്ന് കാണാം. ഇവിടെ തന്നെ ചെറിയ ഫാക്ടറി ഉണ്ട് വുഡൻ ഷൂ ഉണ്ടാക്കുന്നത്. അതുമെല്ലാം നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം. നല്ല ഭംഗിയുള്ള ഷൂസാണ് കേട്ടോ എല്ലാം. നമുക്ക് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വുഡൻ ഷൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. ചിലരൊക്കെ ഇത് വാങ്ങാനായിട്ട് ഇവിടെ വരുന്നവരുണ്ട്, പിന്നെ കാണാനായിട്ട് വരുന്നവരുണ്ട്. സാധാരണ ഷൂ പോലെ തന്നെ ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മരത്തിൻ്റെ ഷൂസാണ്, മരം കൊണ്ട് നിർമ്മിക്കുന്നതാണ്. പണ്ട് നമ്മളെ നാട്ടിൽ മെതിയടിയൊക്കെ മരം കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം മരം കൊണ്ടുള്ള ഷൂസുകളൊന്നും അങ്ങനെ കാണാനില്ലല്ലോ അല്ലേ. വുഡൻ ഷൂ ഉണ്ടാക്കുന്നതിൻ്റെ ഫാക്ടറിൻ്റെ മോഡൽസാണ് ഇതെല്ലാം. എങ്ങനെയാണ് വുഡൻ ഷൂ ഉണ്ടാക്കുന്നത്, എന്തെല്ലാം മെഷീനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മോഡൽസ് ധാരാളം വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അങ്ങനെ പോയി നോക്കി കണ്ടുകൊണ്ട് നമുക്ക് പോകാം. പിന്നെ എത്ര കളർഫുള്ളായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഷൂസ് കുറേ അവർ ഷോ പീസായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കണ്ട് ഫോട്ടോ എടുക്കുകയും വേണമെങ്കിൽ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യാം. വലിയൊരു ഷോപ്പാണിത്. അതിനുള്ളിൽ ഇങ്ങനെ ഫാക്ടറി എല്ലാം ചേർന്നിട്ടുള്ളതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ വുഡൻ ഷൂ ആണെന്ന് കണ്ടാൽ നമുക്ക് തോന്നില്ല അല്ലേ. അടിപൊളി കളേഴ്സിലാണ് അവർ ഷൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഷൂസിൻ്റെ മുകളിൽ സൈസും എത്ര യൂറോ ആണ് ഓരോ ഷൂസിൻ്റെ വിലയെല്ലാം അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് നോക്കി വാങ്ങിച്ചെടുക്കാം. ഇത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ വുഡൻ ഷൂവിൻ്റെ ഈ ഷോറൂമും ഫാക്ടറിയും ഒന്നും കാണാതെ തിരിച്ചു പോകാറില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഷൂസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പുറമേ വെച്ച വലിയൊരു ഷൂസ് ഉണ്ട്. അതിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്ത ശേഷമാണ് തിരിച്ചു പോകാറ്. നമ്മൾ അടുത്ത് പോകുന്നത് ആംസ്റ്റർഡാമിൽ ക്രൂയിസ് യാത്രയാണ്. അവിടെ കനാൽ ക്രൂയിസ് യാത്രയാണ്. നല്ല ഭംഗിയാണ്. അതിന് ആദ്യം പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. ഞങ്ങളുടെ ടൂർ മാനേജർ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ ഏൽപ്പിച്ച ശേഷം നമ്മൾ അതിലേക്ക് കയറാൻ വേണ്ടി പോയി. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ആംസ്റ്റർഡാം ക്രൂയിസ് യാത്ര.
അടിപൊളിയാണ്. കുറേ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്, അതിൽ താഴെ കൂടെയുള്ള യാത്രയും 2-3 കിലോമീറ്റർ തന്നെയുണ്ട് യാത്ര. നമുക്ക് ഇരുന്ന് അതിനെപ്പറ്റിയുള്ള വിവരണം കേൾക്കാൻ വേണ്ടി അവർ ഒരു ഇയർഫോൺ തരും. അതിൽ കൂടെ അവർ എല്ലാ വിവരണവും പറയുന്നുണ്ട്. നമുക്ക് അത് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം. അടിപൊളി ഒരു യാത്ര തന്നെയാണ്. നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം യാത്ര ചെയ്യുമ്പോൾ. ഞങ്ങളെ കൂടെ നിങ്ങളും ഈ യാത്രയെല്ലാം ആസ്വദിക്കൂ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്രൂയിസ് യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. മെല്ലെ മെല്ലെ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകാം. സിറ്റിയുടെ നടുവിൽ കൂടെ പോകുന്നതുകൊണ്ട് പലയിടത്തിലും കുറേ ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബ്രിഡ്ജ് കാണാൻ പറ്റും നമ്മൾ ക്രൂയിസ് യാത്രയ്ക്കിടയിൽ. ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയുള്ള യാത്ര അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ്. കുറേ ദൂരം വരെ ചില ബ്രിഡ്ജസൊക്കെ ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു ക്രൂയിസ് യാത്ര. നല്ല രസമാണ് ഈ ബിൽഡിങ്സും എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ. സിറ്റിയുടെ ഭാഗങ്ങൾ മുഴുവൻ ഏകദേശം ഇതാന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യൂറോപ്പ് ടൂറിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് വേഗം വരാം. എൻ്റെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ബൈ, വീണ്ടും കാണാം.